വയലിനും തൂക്കി നടക്കുമ്പോൾ നീ ഈ ചിരവയും കൊണ്ട് എങ്ങോട്ടാടാ പോകുന്നേ എന്ന് ചോദിക്കുന്ന നാട്ടുകാരും കൂട്ടുകാരുമുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. മ്യൂസിക് പഠിക്കുന്ന ഒരു കുട്ടി നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, എന്തൊക്കെ നെഗറ്റീവ്സും കമൻസുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്, അതോടൊപ്പം ഈ നെഗറ്റീവ്സിനെയൊക്കെ എങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് കാണാം, അതോടൊപ്പം തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എങ്ങനെ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് നന്നായിട്ട് പഠിച്ചെടുക്കാം, പോസിറ്റീവായിട്ട് നമുക്ക് ഇത്ര നെഗറ്റീവ്സിനെയൊക്കെ നേരിടാം എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. വീട്ടുകാരോട് കുറേ നാൾ കെഞ്ചിയോ അല്ലെങ്കിൽ നമ്മുടെ കുറേ നാളത്തെ സേവിങ്സ് ഒക്കെ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ് മേടിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ട്യൂട്ടറെയൊക്കെ കണ്ടുപിടിച്ച് പഠിക്കാനായിട്ട് പോയി. ഇനി സപ്പോസ് വയലിനോ ഗിറ്റാറോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് ഒക്കെ പഠിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ പഠിപ്പിക്കുന്ന സാർ തന്നെ നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കും, നിനക്കൊക്കെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന്. മനസ്സ് തളരാതെ സർവ്വശക്തിയും സംഭരിച്ച് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും പഠനം തുടരും. അങ്ങനെ വീട്ടിലിരുന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോഴാണ് അമ്മയുടെയോ സഹോദരങ്ങളുടെയൊക്കെ അടുത്ത കമൻറ്റ്, എന്തുവാടേ മനുഷ്യന് ചെവി അടയ്ക്കുന്നു, കഴിഞ്ഞില്ല ഇനിയുണ്ട്, നീ എന്താടി ഈ വായിച്ചത് തന്നെ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, ഇനി രാത്രി ആയി കഴിഞ്ഞാൽ വേറെ കമൻറ്റാണ്, ഓ നിൻ്റെ ഈ ഉരപ്പ് നിർത്താൻ സമയമായില്ലേ, അപ്പുറം ഇപ്പുറം ഉള്ള ആൾക്കാർ ഓർന്നും പറയുക. ഇതിൽ നിങ്ങൾ ഡ്രംസ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കാര്യം ഇതിലും വളരെ കഷ്ടമാണ്. അങ്ങനെ നല്ല ഇൻട്രസ്റ്റോടെ പഠനം ആരംഭിക്കുന്ന പലരുടെയും എനർജി ഇത്തരത്തിലുള്ള കമൻസ് കേൾക്കുന്നതോടെ താനേ ഇല്ലാതാകും. അതിനിടയ്ക്ക് കഷ്ടകാലത്തിന് സ്ട്രിങ് പൊട്ടുകയോ അഡാപ്റ്റർ ചീത്താവുകയോ ചെയ്താൽ അവിടെ തീരും ഭൂരിഭാഗം കുട്ടികളുടെയും മ്യൂസിക് പഠനം. ആദ്യത്തെ ക്ലാസ്സിൽ വെസ്റ്റേൺ നോട്ട്സ് സാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ട് കിളി പോയി ഒന്നും മനസ്സിലാകാതെ ബാഹുബലിയുടെ വില്ലൻ്റെ ഡയലോഗ്സ് കേട്ട മാതിരി ഇരുന്നിട്ടുണ്ട് ഞാനും. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, എ ജേർണി ഓഫ് 1000 miles സ്റ്റാർട്ട്സ് വിത്ത് 1 step. അതായത് ഒരു ആയിരക്കണക്കിന് മൈൽ ദൂരം താണ്ടേണ്ട ഒരു യാത്രയാണ്. പക്ഷെ ആ യാത്രയുടെ പോലും അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ആണ്, അല്ലെ, ഒരു അടി വച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ 1000 മൈല് ദൂരം യാത്ര ചെയ്യാനുള്ള അല്ലെങ്കിൽ അത്രയും ദൂരം ഉള്ള യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് മ്യൂസിക് എന്ന് പറയുന്നത്. ഒരുപാട് സ്ക്രാച്ചസും ഒരുപാട് സ്ട്രിങ് പൊട്ടിക്കലും അല്ലെങ്കിൽ ഒരുപാട് അഡാപ്റ്ററുകളൊക്കെ ചീത്തയാക്കിയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, മ്യൂസിക് പഠിച്ചെടുക്കത്തുള്ളൂ. എൻ്റെ അടുത്ത് മ്യൂസിക് പഠിക്കാൻ വരുന്ന എല്ലാ ആൾക്കാരോടും, അതിപ്പോൾ ഏത് ഏജിലുള്ള ആളാണെങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവായിട്ട് ഒരു സ്ട്രിങ്ങെങ്കിലും പൊട്ടിക്കൂ, നല്ല സ്ക്രാച്ച് ഉണ്ടാക്കൂ എന്നാണ്. കാരണം സ്ട്രിങ് ഒരിക്കൽ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടി എന്ത് ചെയ്യും, ഉറപ്പായിട്ടും അടുത്ത തവണ ട്യൂൺ ചെയ്യുമ്പോൾ സ്ട്രിങ് പൊട്ടിക്കാതെ എങ്ങനെ അതിന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. അതോടൊപ്പം തന്നെ സ്ക്രാച്ചസ് ഒക്കെ വരുത്തി വായിക്കുന്ന ഒരു കുട്ടി ഡെഫിനറ്റ്ലി പഠിക്കും എത്ര പ്രഷർ കൊടുക്കുമ്പോഴാണ് സ്ക്രാച്ച് ഉണ്ടാകുന്നത്, സ്ക്രാച്ച് ഇല്ലാതെ വായിക്കാനായിട്ട് എത്ര പ്രഷർ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പറയാതിരിക്കാൻ പറ്റത്തില്ല, മ്യൂസീഷ്യൻസിനോട് വളരെയധികം അവജ്ഞയുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ മ്യൂസീഷ്യൻ്റെ ലൈഫിലും ഇത് മനസ്സിലാകുന്നത് അയാളുടെ ഒരു മാരേജിൻ്റെ സമയമാകുമ്പോഴാണ്. അയാൾ വായിക്കുന്ന പാട്ടും അയാൾ പാടുന്ന പാട്ടുമൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരിക്കും. പക്ഷേ അയാൾക്കൊരു മാരേജിൻ്റെ ആവശ്യം വരുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കുന്നത്, അയ്യോ ആ പാട്ടും പാടി നടക്കുന്ന ആളാണോ, അല്ലെങ്കിൽ അയാൾക്ക് എന്ത് ഏണിങ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അയ്യോ പാട്ടുകാരനല്ലേ, അല്ലെങ്കിൽ ഓ ആ വയലിൻ തൂക്കി നടക്കുന്നവനല്ലേ, ഓർ ആ കീബോർഡ് വായിച്ച് നടക്കുന്ന ആളല്ലേ, അവനൊന്നും എൻ്റെ മോളെ കൊടുക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരുപാട് കമൻറ്റ്സ് നമ്മൾ കേൾക്കേണ്ടി വരും. ഇനി മ്യൂസിക് ഫീൽഡിൽ നിൽക്കുന്ന നിങ്ങൾക്ക് കുറച്ച് താടിയും മുടിയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോവുകയാണ്. ഉറപ്പായിട്ടും നിങ്ങളുടെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾ കഞ്ചാവാണെന്ന്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഓരോ ഫ്രണ്ട്സിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന കമൻസിന് ചെവി കൊടുക്കാനേ പോകരുത്. അതിപ്പോൾ നമുക്കറിയാമല്ലോ, നല്ല കമൻസും ചീത്ത കമൻസും നമുക്കറിയാം. നമ്മളെ ഫോർ എക്സാമ്പിൾ നല്ല രീതിയിൽ നമുക്കൊരു സജഷൻ തരുന്നതും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമുക്കൊരു നിർദ്ദേശം തരുന്നതും കേൾക്കുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ നമ്മുടെ പേരൻസോ സിബ്ലിങ്സോ നമുക്ക് നല്ല രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് തരുന്നതെങ്കിൽ അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുക. ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന കമൻറ്റ് അത് ആര് തന്നെ തരുന്നതായാലും നമ്മുടെ ഗ്രോത്തിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കമൻ്റ് അല്ല, നമ്മളെ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന കമൻ്റ് അല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സജഷൻ അല്ല നമുക്ക് തരുന്നത്. അതിപ്പോൾ നമ്മുടെ പേരൻസ് ആയാലും ആരായാലും
അത്തരത്തിലുള്ള കമൻറ്റ്സ് നമ്മൾ ചെവി കൊടുക്കാൻ പോകാതിരിക്കുക. എസ്പെഷ്യലി മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വയലിൻ വായിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരുപാട് സ്ക്രാച്ചസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി തന്നെ പഠിക്കും. ഇപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്ന ആൾ ഒരുപാട് വീണ് എണീറ്റ് പഠിക്കും എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ മറ്റുള്ളവർ എന്താണോ പറഞ്ഞോട്ടെ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ആഗ്രഹം, അതായത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരിക്കലെങ്കിലും പെർഫോം ചെയ്യണമെന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് സാധിക്കും. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ നിങ്ങൾ ഏതൊക്കെ രീതിയിൽ കമൻറ്റ്സ് പറഞ്ഞാലും, ഇവൻ എന്നോട് പോലും എൻ്റെ ഒരു ട്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ലടേ, എനിക്ക് പോടേ എന്ന്. ഡെഫിനറ്റ്ലി അത് കേട്ട സമയത്ത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. എൻ്റെ വയലിലേക്ക് എടുത്ത് തറയിലെടുത്ത് അടിച്ച് പൊട്ടിച്ച് ദൂരെ പോകാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ അവരോടെല്ലാം ഒരു മധുര പ്രതികാരമാണ് ചെയ്യുന്നത്. എന്നെ ഹെയ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ് തന്നിട്ടുള്ള പലരുടെയും മക്കൾ, അല്ലെങ്കിൽ അവർ തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത നോട്ട്സ് വെച്ചിട്ട് ഒരുപാട് സോങ്സ് വായിക്കുകയും പെർഫോം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ വയലിന് വെറും ഒരു 2300 350 രൂപയ്ക്കുള്ള വയലിനായിരുന്നു. വളരെയധികം കഷ്ടപ്പെട്ട് കിട്ടിയ പൈസയൊക്കെ കൂട്ടി വെച്ചാണ് പോയിട്ട് ആ വയലിൻ മേടിച്ചത്. പഠിക്കുന്ന സമയത്ത് നമുക്കറിയത്തില്ലോ എങ്ങനെയുള്ള വയലിൻ മേടിക്കണം, അല്ലെങ്കിൽ വയലിൻ എങ്ങനെയാണ് നോക്കി മേടിക്കേണ്ടതൊന്നും അറിയത്തില്ല. കടയിൽ പോയി കാണാൻ കൊള്ളാവുന്ന അവിടെ തൂക്കി കിട്ടുന്ന ഒരു വയലിൻ, ഏറ്റവും കുറഞ്ഞ വയലിന് മേടിച്ചു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ വയലിൻ. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് മേടിച്ച ഏറ്റവും വില കുറഞ്ഞ വയലിനാണ് ഞാൻ കുറേ വർഷം യൂസ് ചെയ്തത്. മ്യൂസിക് ക്ലാസ്സിൽ പോയിട്ട് അവിടെ ഉള്ള വയലിൻ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ വയലിന് സാർ നന്നായി ട്യൂൺ ചെയ്ത് തരും, കറക്റ്റായിട്ട് പ്ലേ ചെയ്യും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നോട്ട് വായിക്കുമ്പോൾ കേൾക്കുന്ന മെലഡി നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. തിരിച്ച് വീട്ടിൽ വന്നിട്ട് എൻ്റെ വയലിൽ അത് വായിക്കുമ്പോഴത്തേക്കും ഒരിക്കലും അത് കേൾക്കത്തേയില്ല. അങ്ങനെയാണ് ആ ഒരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ വയലിൻ ഒരു കളിപ്പാട്ടം വയലിൻ പോലത്തെ വയലിനായിരുന്നു എന്ന്. അതായത് എത്ര ട്യൂൺ ചെയ്താലും അതിൻ്റെ ട്യൂണിങ് നിൽക്കത്തില്ല. ട്യൂണിങ് എത്ര ചെയ്താലും അതിങ്ങനെ വീണ്ടും പെഗ്സ് തിരിച്ച് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കും, ഫിംഗർ ബോർഡ് വളഞ്ഞായിരിക്കുന്ന, അങ്ങനെ പല പ്രശ്നങ്ങൾ. അങ്ങനെ കുറേ വർഷങ്ങൾ ആ ഒരു വയലിൻ വെച്ചിട്ടാണ് ഞാൻ പഠിച്ചത്. പിന്നെയും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നല്ലൊരു വയലിന്, കുറച്ചെങ്കിലും ബെറ്റർ ആയിട്ടൊരു വയലിന് എനിക്ക് മേടിക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് ചലഞ്ചസും ഒരുപാട് കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടും ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിച്ചെടുക്കുന്നത്. ഇതും പഠിച്ചെടുത്ത് നമ്മൾ സൊസൈറ്റിയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെ പൂച്ചെട്ടൊന്നും ഇട്ട് ആരും സ്വീകരിക്കാനൊന്നും കാണത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വയലിനോ അല്ലെങ്കിൽ കീബോർഡിലായാൽ പോലും നല്ലൊരു രീതിയിലൊരു പാട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി എന്തുമാത്രം ത്യാഗമാണ് നമ്മൾ ഓരോരുത്തരും സഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഒരു പോസിറ്റീവാണൊരു എക്സ്പെക്റ്റേഷൻ വയ്ക്കാതിരിക്കുക. അതായത് നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ നിങ്ങളെ തൂക്കിയെടുത്ത് തോളത്ത് വെച്ചിട്ട് നിങ്ങളെ പാരാട്ടുമെന്നൊന്നും ഒരിക്കലും വിചാരിക്കാതിരിക്കുക. നമ്മൾ പക്ഷേ നമ്മുടെ കഷ്ടപ്പാടിനെ തിരിച്ചറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകും സൊസൈറ്റിയിൽ. അതായത് മ്യൂസിക് എന്താണെന്ന്, മ്യൂസിക്കിന് വില തരുന്ന പറഞ്ഞാൽ പാട്ട് ആസ്വദിക്കുന്നവർ തന്നെ ആവണമെന്നില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ ആൾക്കാരും ഓരോ ഇൻസ്ട്രുമെൻറ്റിലും പെർഫോം ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ട്. നിങ്ങളിപ്പോൾ വയലിനോ കീബോർഡോ ഗിറ്റാറോ ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പലരുടെയും ബാഡ് കമൻറ്റ്സ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും താഴത്തെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ കേട്ട കമൻ്റ് അല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ കേട്ട കമൻറ്റ്സിനെ, നിങ്ങൾ കേട്ട നെഗറ്റീവ് കമൻറ്റ്സിനെ ഏത് രീതിയിലാണ് നിങ്ങൾ നേരിട്ടതെന്ന്, പോസിറ്റീവായിട്ട് നിങ്ങൾ നേരിട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന പല മ്യൂസിക് പഠിക്കുന്ന കുട്ടികൾക്കും അതൊരു പ്രചോദനമാകും. കാരണം പല കുട്ടികളുടെ മ്യൂസിക് ലൈഫ് തന്നെ, സംഗീതം പഠിക്കാനുള്ള പലരുടെ ആ ഒരു ഇൻട്രസ്റ്റ് തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരുപാട് ബാഡ് കമൻറ്റ്സ് ഫ്രണ്ട്സിൽ നിന്നും ഈവൻ പാരൻസിൽ നിന്നും ട്യൂട്ടേഴ്സിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം പഠനം നിർത്തിയ ഒരുപാട് പേരുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സ് ലൈക്ക് ട്യൂട്ടേഴ്സിൻ്റെ വളരെ മേ ബി ബ്രൂട്ടൽ എന്ന് പറയാം, ബ്രൂട്ടലായിട്ടുള്ള ബിഹേവിയർ കാരണം മ്യൂസിക് പഠനം നിർത്തിയിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ലൈക്ക് എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതെങ്ങനെയാണ് ലൈക്ക് ഫേസ് ചെയ്ത്, നിങ്ങളതെങ്ങനെയാണ് അതിനെ പോസിറ്റീവായിട്ട് നേരിട്ടതെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരാളെയെങ്കിലും ഹെൽപ്പ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, ഈ മ്യൂസിക് 1000 മൈൽ ദൂരമുള്ളൊരു യാത്രയാണ്. അതിന് ഒരു സ്റ്റെപ്പാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. മേ ബി അതിൽ നമ്മൾ തട്ടി വീഴും, വീണ്ടും നമ്മൾ എണീക്കും, മേ ബി മുട്ട് കുറച്ച് പൊട്ടും, കുറച്ച് ചോരയൊക്കെ വരും, വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ സാധാരണ പറയാറില്ലേ, നോ പെയിൻ നോ ഗെയിൻ. ഒരു പെയിനും ഇല്ലെങ്കിൽ നമുക്കൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. സോ നിങ്ങൾ ഏത് രീതിയിലാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതേ രീതിയിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രോപ്പറായിട്ടുള്ള ബെറ്ററായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ കേൾക്കുന്ന നെഗറ്റീവ്സിനൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഒരു ദിവസം ഈ നെഗറ്റീവ് കമൻറ്റ്സ് പറയുന്ന അവരെ കൊണ്ട് തന്നെ എടാ നീ നന്നായിട്ട് വായിച്ച് കേട്ടോ എന്ന് നിങ്ങൾ എന്താണോ പറയിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ
ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ദിവസം.